ഇന്ത്യയിൽ ലെഫ്റ്റ് ഗ്രൂപ്പുകളും വേണമെങ്കിൽ റൈറ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഒരു വിഭാഗം ഇറാനെ മാനസികമായി അനുകൂലിക്കുന്ന സമയത്ത് മറ്റൊരു വിഭാഗം ഇസ്രായേലിനെ അനുകൂലിക്കുകയാണ്. അത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. പക്ഷേ രാജ്യം എന്ന നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായിക്കൊണ്ട്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഭീകര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ 40 വർഷത്തോളമായി ഭീകര ആക്രമണം നടത്തുന്നു. അത് മുംബൈയിലെ ഭീകര ആക്രമണമായാലും അതുപോലെ തന്നെ കാശ്മീരിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഭീകര ആക്രമണമായാലും. അപ്പം പാകിസ്ഥാനെ ഒരു നിലയ്ക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ താല്പര്യം. ആ കാര്യത്തിനകത്ത് നമ്മൾ ഏതാണ്ടൊക്കെ വിജയിച്ചു, വേണമെങ്കിൽ പരിപൂർണമായി വിജയിച്ചു എന്ന് പറയാം. കാരണം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ നിർത്തുന്നില്ല, വീണ്ടും നമ്മൾ തുടരും. എന്ന് പാകിസ്ഥാൻ ആക്രമണം തുടരുന്നുവോ അന്ന് നമ്മൾ തിരിച്ചടിക്കും. അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പ്രക്രിയ തീർന്നിട്ടില്ല, അതിന് പൂർണ്ണ വിരാമമിട്ടില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണ്. അതേപോലെ തന്നെ ഈ ഒരു വെടിനിർത്തൽ ഉണ്ടായ സമയത്തും അതിനുശേഷവും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് ആക്രമിച്ചില്ല, അത് വളർന്നു വന്നില്ല എന്ന് മാത്രം. ഇതേപോലെ തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം, വെടിനിർത്തൽ സീസ്ഫയർ ഉണ്ടായ ശേഷവും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് സമാനതകൾ ഉള്ള ആക്രമണമാണ് അല്ലെങ്കിൽ യുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നതും ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നതും എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം.